നമ്മളിന്ന് കാണുന്നത് കരിമുട്ടി വാട്ടർഫാൾസ് ആണ്. മൂന്നാർ മറയൂരിനടുത്തുള്ള കരിമുട്ടി വാട്ടർഫാൾസ്. ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ചെക്ക് പോസ്റ്റ് തുടങ്ങുന്ന അതേ സ്ഥലത്താണ് ഈ കരിമുട്ടി വാട്ടർഫാൾസ് ഉള്ളത്. ഞങ്ങൾ സ്റ്റേ ചെയ്തത് ഈ വാട്ടർഫാൾസിനോട് തൊട്ട് ചേർന്നുള്ള പ്ലസന്റ് ഹോളിഡേയ്സ് റിസോർട്ടിലാണ്. ഇവിടെ കാണുന്നതാണ് പ്ലസന്റ് ഹോളിഡേയ്സ് റിസോർട്ട്. ഈ റിസോർട്ടിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഇതിനോട് ചേർന്ന് കാണുന്നതാണ് കരിമുട്ടി വാട്ടർഫാൾസ്. വളരെ മനോഹരമായ റിസോർട്ടാണിത്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. ഞങ്ങളിവിടെ പോയത് 2024 മെയ് ലാസ്റ്റിലാണ്. കേരളത്തിലൊക്കെ നല്ല മഴയായിരുന്നു. എറണാകുളം, കളമശ്ശേരി ഒക്കെ വെള്ളത്തിൽ മുങ്ങിയിരുന്ന ദിവസമായിരുന്നു. എല്ലാവരും ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഭയപ്പെട്ടിരുന്നു. കാരണം മൂന്നാറിൽ ഭയങ്കര മഴയായിരിക്കുമെന്നും മണ്ണിടിച്ചിലുണ്ടാവുമെന്നൊക്കെ. എങ്കിലും ഞങ്ങൾ അങ്ങോട്ട് യാത്ര തിരിച്ചതാണ്. പക്ഷെ മൂന്നാറിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് മൂന്നാറിൽ മഴയില്ലെന്നുള്ളത്. ഇതാണ് കാണുന്ന വാട്ടർഫാൾസ്. നിങ്ങൾക്ക് ഈ വാട്ടർഫാൾസിൽ വെള്ളം ചാടുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വാട്ടർഫാൾസിന് അടുത്ത് തന്നെ ഇങ്ങനെ ഒരു നക്ഷത്ര ആമയുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ വനത്തിലും അവര് ഈ പ്രദേശമെല്ലാം നക്ഷത്ര ആമകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഞങ്ങളൊന്നും കണ്ടില്ല. മഴക്കാലത്തെല്ലാം ഇവിടെ നല്ല വെള്ളച്ചാട്ടമാണെന്നാണ് പറയുന്നത്. വെള്ളച്ചാട്ടത്തിന്റെ ഫോട്ടോഗ്രാഫ്സ് എല്ലാം റിസോർട്ടിൽ ഞങ്ങളെ കാണിച്ചു തന്നു. ഇവിടെ ചെക്ക് പോസ്റ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത് രാത്രി മാത്രമാണ് ഞങ്ങൾ കണ്ടത്. ചെക്ക് പോസ്റ്റിനോട് ചേർന്ന് ഇങ്ങനെ ആ റൂട്ടിലേക്ക് പോകുമ്പോഴുള്ള എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം ഇവിടെ മലയാളത്തിലും ഇംഗ്ലീഷിലും തമിഴിലും എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും നമ്മൾ ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറി കൂടെ പോകുമ്പോൾ ഇറങ്ങാൻ പാടില്ലെന്നും അതുപോലെ തന്നെ വീസ്റ്റലിനും വലിച്ചെറിയരുത് എന്നുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അതെല്ലാം ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ചെക്ക് പോസ്റ്റ് കടന്നാല് 11 കിലോമീറ്റർ ഈ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി കൂടെ യാത്ര ചെയ്യേണ്ടതുണ്ട്. വളരെ വീതി കുറഞ്ഞ ഒരു റോഡാണിത്. അല്പം ഹെയർപിൻ്റെ ബെൻഡുകളും അതുമാതിരി വളവുകളും എല്ലാം ചേർന്നൊരു റോഡാണിത്. ഇവിടെ ഈ വാട്ടർഫാൾസിന്റെ മുകളിൽ നിന്ന് ചെറിയൊരു പൈപ്പ് ഇട്ടിട്ട് റിസോർട്ടിലേക്ക് വെള്ളം എടുത്തിരിക്കുന്നത് ഞങ്ങൾ കണ്ടു. നല്ല തണുത്ത വെള്ളമാണ്. നാച്ചുറൽ വാട്ടർ തന്നെയാണ് ഇവിടെ ഈ റിസോർട്ടിലൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടത്. പൈപ്പ് ലീക്കാവുന്നതാണ് കാണുന്നത്.
റിസോർട്ടിൽ ഇരുന്നാല് കാണുന്നതാണ് ആ ചെക്ക് പോസ്റ്റ്. ഞങ്ങളവിടെ സ്റ്റേ ചെയ്തതിനു ശേഷം പിന്നത്തെ ദിവസം രാവിലെ ആ ചെക്ക് പോസ്റ്റ് വഴി പൊള്ളാച്ചി വന്നിട്ടാണ് നാട്ടിലേക്ക് വന്നത്. ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. മറയൂരിനോട് വളരെ അടുത്തുള്ള ഒരു സ്ഥലമാണിത്. മറയൂർ സ്റ്റേ ചെയ്താലും നിങ്ങൾക്ക് ഇങ്ങോട്ട് ഈ വാട്ടർഫാൾസ് കാണുന്നതിനായിട്ട് വരാൻ കഴിയും. ഞങ്ങൾ കാന്തല്ലൂർ പോയിട്ട് വരുന്ന വഴിയാണ് ഇവിടെ സ്റ്റേ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കരിമുട്ടി വാട്ടർഫാൾസിനോട് ടാറ്റ പറഞ്ഞുകൊണ്ട് യാത്ര തുടരുകയാണ്. 2024 മൂന്നാറിലത്തെ യാത്രയും ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ നിന്നാണ് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി തുടങ്ങുന്നത്. ഇവിടെ മുതലുള്ള വീഡിയോ ഞാൻ ഈ ചാനലിൽ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ചിന്നാർ വൈൽഡ് ലൈഫിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണേണ്ട കാഴ്ചകളും റോഡ് ട്രിപ്പായിട്ട് തന്നെ ഏതാണ്ട് 1 മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോ ആണ്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. ഇതുവഴി യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ആ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റോഡും അതിന്റെ സ്ട്രക്ചറും എല്ലാം ഒന്ന് മനസ്സിലാകും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.